മാതാ അമൃതാനന്ദമയ്ക്കും അവരുടെ മഠത്തിലെ അന്തേവാസികൾക്കുമെതിരായ ഒരു പുസ്തകം ചാനലിൽ ചർച്ച ചെയ്തതിൻ്റെ പേരിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ എടുത്ത അപകീർത്തി കേസ് റദ്ദാക്കി കേരള ഹൈക്കോടതി. റിപ്പോർട്ടർ ചാനലിൻ്റെ മുൻ ഡയറക്ടർ ആൻഡ് ചീഫ് എഡിറ്റർ നികേഷ് കുമാറിനും റിപ്പോർട്ടർ ചാനൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രകാശിനുമെതിരെ എടുത്ത കേസാണ് റദ്ദാക്കിയത്. അപകീർത്തി കേസിലെ 2ഉം 3ഉം പ്രതികളായിരുന്നു ഇവർ. കരുനാഗപ്പള്ളി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ പരിഗണനയുള്ള കേസിലെ തുടർ നടപടികളാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. തങ്ങൾക്കെതിരെയുള്ള കേസ് നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതികൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഈ ഇടപെടലുണ്ടായത്. അമൃതാനന്ദമയിയുടെ ഒരു ഭക്ത നൽകിയ സ്വകാര്യ അന്യായത്തിലാണ് നികേഷ് കുമാർ ഉൾപ്പെടെ 3 പേർക്കെതിരെ കേസെടുത്തത്. ഫെബ്രുവരി 18-ന് റിപ്പോർട്ടർ ചാനലിൽ നടന്ന ബിഗ് സ്റ്റോറി എന്ന പരിപാടിയിൽ ഗെയിൽ ട്രേഡ്വെൽ എന്ന വിദേശ വനിത എഴുതിയ ഹോളി ഹെയിൽ എന്ന പുസ്തകത്തെക്കുറിച്ച് നടന്ന ചർച്ചയാണ് കേസിന് ആസ്പദമായ സംഭവം. പുസ്തകത്തിൽ അമൃതാനന്ദമയിക്കും മഠത്തിനുമെതിരെ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങൾ ചർച്ചയിൽ വിഷയമായിരുന്നു. കേസിലെ 1-ാം പ്രതിയായ ഋഷികുമാറാണ് ചർച്ചയ്ക്കിടെ ഈ വിഷയം സംസാരിച്ചു തുടങ്ങിയത്. എന്നാൽ പുസ്തകത്തെക്കുറിച്ച് ഋഷികുമാർ നടത്തിയ പരാമർശങ്ങൾക്ക് ഹർജിക്കാർ ഉത്തരവാദികളല്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. അതിനാൽ ഇവരെ അപകീർത്തി കേസിൽ ഉൾപ്പെടുത്താനാകില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഈ കേസിൽ വാദിയോ പ്രതിയോ ആയി കക്ഷി ഇല്ലാത്തതിനാൽ 1-ാം പ്രതിക്കെതിരായ ആരോപണം പരിഗണിക്കുന്നില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ചാനൽ ചർച്ചകളിൽ പറഞ്ഞതുപോലെ അമൃതാനന്ദമയിക്ക് എതിരായ ആരോപണങ്ങൾ ഈ പുസ്തകത്തിൽ ഉള്ളതാണെന്നും കോടതി നിരീക്ഷിച്ചു. ഇതേ പുസ്തകത്തിൻ്റെ പേരിൽ 10 വർഷങ്ങൾക്ക് മുമ്പ് 5 മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കാൻ എറണാകുളം CJM കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇന്ത്യ വിഷൻ, റിപ്പോർട്ടർ, മീഡിയ വൺ എന്നീ ചാനലുകൾക്കും മാധ്യമം, തേജസ് എന്നീ ദിനപത്രങ്ങൾക്കും എതിരെയാണ് കേസെടുക്കാൻ പാലാരിവട്ടം പോലീസിന് അന്ന് നിർദ്ദേശം ലഭിച്ചത്. നേരത്തെ ഈ പുസ്തകം എഴുതിയ ഗെയിൽ ട്രേഡ്വെല്ലിൻ്റെ അഭിമുഖം സംപ്രേഷണം ചെയ്തതിന് കൈരളി പീപ്പിൾ ചാനലിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. അമൃതാനന്ദമയിക്കെതിരെ ഗെയിലിൻ്റെ ആരോപണങ്ങൾ വന്നതിന് ശേഷം അന്ന് ആദ്യമായാണ് അവർ ഈ ചാനലിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് വരുന്നത്. ഇവർക്ക് പുറമെ അമൃതാത്മാനന്ദ, അമൃത സ്വരൂപാനന്ദ എന്നിവരും ചാനലിനെതിരെ പരാതി നൽകിയിരുന്നു. ഇവർ 3 പേരും ഗെയിലിൻ്റെ വെളിപ്പെടുത്തലിൽ ആരോപണ വിധേയരാണ്. അമൃതാനന്ദമയുടെ വിശ്വസ്ത ശിഷ്യയായിരുന്ന ഓസ്ട്രേലിയ സ്വദേശിനി ഗെയിൽ ട്രേഡ്വെൽ തൻ്റെ ഹോളി ഹെൽ, എ മെമ്മോയർ ഓഫ് ഫെയ്ത്ത്, ഡിവോഷൻ ആൻഡ് പ്യുവർ മാഡ്നസ് എന്ന പുസ്തകത്തിലൂടെയാണ് അമൃതാനന്ദമയിക്കെതിരെ ഞെട്ടിക്കുന്ന ആരോപണവുമായി രംഗത്ത് വന്നത്. അമൃതാനന്ദമയുടെ ആശ്രമത്തിൽ വൻ സാമ്പത്തിക ക്രമക്കേടുകളും ബലാത്സംഗ പരമ്പരകളും നടക്കുന്നതായി ഗെയിൽ തൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. പിന്നീട് വിവിധ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലും ഇക്കാര്യങ്ങൾ അവർ ആവർത്തിച്ച് തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ ഗെയിൽ ട്രേഡ്വെല്ലിനെതിരെ ആശ്രമത്തിലെ വിദേശ സന്യാസിനിയെ രംഗത്തിറക്കിയിരുന്നു. അമൃതാനന്ദമയിയെ ഗെയിൽ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് അവർ തൻ്റെ ഒരു കത്തിലൂടെ ആരോപിച്ചത്. ഒരു വിദേശ പര്യടനത്തിന് ഇടയിൽ വള്ളം മറിച്ചും വിഷവീര്യമുള്ള കൂൺ കറി നൽകിയും അമിത അളവിൽ മരുന്ന് നൽകിയും ഗെയിൽ അമൃതാനന്ദമയിയെ വധിക്കാൻ ശ്രമിച്ചെന്നാണ് ലക്ഷ്മി എന്ന പേരിൽ ആശ്രമത്തിൽ കഴിയുന്ന ഹോളണ്ടുകാരി വനിത അന്ന് പറഞ്ഞത്. മഠത്തിലെ അന്തേവാസിയായ ഒരു അമേരിക്കക്കാരനുമായുള്ള പ്രണയത്തെ അമൃതാനന്ദമയി എതിർത്തതാണ് ഗെയിലിൻ്റെ പ്രതികാരത്തിന് കാരണമെന്നാണ് അവർ പറയുന്നത്. 29 വർഷമായി താൻ ആശ്രമത്തിലെ അന്തേവാസിയാണെന്നും അമൃതാനന്ദമയിയെ സേവിച്ച് സംതൃപ്തിയോടെ കഴിയുകയാണെന്നും ലക്ഷ്മി പറഞ്ഞിരുന്നു. 1981-ൽ ഗെയിൽ ആദ്യമായി ആശ്രമത്തിൽ വന്നപ്പോൾ അവൾക്ക് ഉടുതുണിക്ക് മറുതുണി പോലും ഉണ്ടായിരുന്നില്ല. ഊരും പേരും പശ്ചാത്തലവും ഒന്നും അന്വേഷിക്കാതെയാണ് അമ്മ അന്ന് ഗെയിലിനെ സ്വീകരിച്ചതെന്നും ലക്ഷ്മി പറയുന്നു. എന്നാൽ എല്ലാവരും കരുതിയതുപോലെ തന്നെ ഈ ആരോപണവും പ്രത്യാരോപണവും എല്ലാം എങ്ങും എത്താതെ പോവുകയായിരുന്നു. ഗെയിൽ വിദേശ പൗരയായതുകൊണ്ടാകാം അവർ രക്ഷപ്പെട്ടു പോയത്. പിന്നെ ഗെയിൽ അമൃതാനന്ദമയിക്കും അവരുടെ ആശ്രമത്തിനും അവിടുത്തെ അന്തേവാസികൾക്കുമെതിരെ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്ന് അന്വേഷിക്കാൻ പോലും ഇവിടെ ആരും മെനക്കെട്ടില്ല. അതിൻ്റെ കാരണവും എല്ലാവർക്കും അറിയാവുന്നതാണ്.